തൃശൂർ വെടിക്കെട്ട് ദുരന്തത്തിൽ മരിച്ച 2 പേരെ കൂടി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കോട്ടപ്പുറം സ്വദേശി മണികണ്ഠൻ, മലപ്പുറം കൊളത്തൂർ സ്വദേശി സുബ്രഹ്മണ്യൻ എന്നിവരാണ് മരിച്ചത്. ഇതുവരെ 6 പേരെ തിരിച്ചറിഞ്ഞു എന്നുള്ള വിവരമാണ് ഉള്ളത്. ആശുപത്രിയിലുള്ള 3 മൃതദേഹങ്ങൾ കൂടി ഇനി തിരിച്ചറിയാനുണ്ട്. DNA പരിശോധനയ്ക്കായി സാമ്പിൾ ശേഖരിക്കാൻ വൈകുന്നുവെന്ന് മരിച്ചവരുടെ ബന്ധുക്കൾ ആരോപിച്ചു. 13 പേർ ചികിത്സയുള്ളതിൽ ലൈസൻസി സതീഷിനടക്കം 4 പേർ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി. സോണൽ, ഇപ്പോൾ നമുക്ക് നൽകാവുന്ന ഏറ്റവും പുതിയ വിവരം എന്താണ്? DGP പറഞ്ഞതനുസരിച്ച് 34 പേരാണ് ഈ അപകട സ്ഥലത്തുണ്ടായിരുന്നത്. അതിൽ 9 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇപ്പോൾ സോണൽ അറിയാനായ 2 പേർ, തിരിച്ചറിഞ്ഞ 2 പേർ, അവരുടെ വിശദാംശങ്ങൾ എന്താണ്? സ്മൃതി, മോർച്ചറിയിൽ ഇപ്പോൾ ഉണ്ടായിരുന്നത് ഏകദേശം 9 മൃതദേഹങ്ങളായിരുന്നു. 26 ശരീരഭാഗങ്ങളുമായിരുന്നു മോർച്ചറിയിൽ ഉണ്ടായിരുന്നത്. പ്രധാനമായി പറയേണ്ടത് ഈ 9 എണ്ണത്തിൽ 6 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ 6 പേരുടെ ഭൗതികദേഹങ്ങളും ഇപ്പോൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. അതിൽ അവസാനമായി തിരിച്ചറിഞ്ഞത് മലപ്പുറം കുളത്തൂർ സ്വദേശിയായിട്ടുള്ള സുബ്രഹ്മണ്യനെയാണ്. അതിന് മുന്നേ കോട്ടപ്പുറം സ്വദേശിയായിട്ടുള്ള മണികണ്ഠനെയും എടപ്പാൾ സ്വദേശിയായിട്ടുള്ള മണികണ്ഠനെയും തിരിച്ചറിഞ്ഞ് അങ്ങനെ ഇന്ന് മൊത്തം തിരിച്ചറിഞ്ഞത് 3 മൃതദേഹങ്ങൾ. ഇന്നലെ തിരിച്ചറിഞ്ഞ 3 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറിയിരുന്നു. അങ്ങനെ 6 മൃതദേഹങ്ങളാണ് നിലവിൽ ബന്ധുക്കൾക്ക് മോർച്ചറിയിൽ നിന്ന് കൈമാറിയിട്ടുള്ളത്. 9 മൃതദേഹങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇനി ബാക്കിയുള്ളത് തിരിച്ചറിയാനുള്ളത് 3 മൃതദേഹങ്ങൾ കൂടിയാണ്. 3 എണ്ണം കൂടി തിരിച്ചറിയേണ്ടതുണ്ട്. അതിന് പുറമെ 26 ശരീരഭാഗങ്ങൾ കൂടി മോർച്ചറിയിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഒരാളുടേത് തന്നെ ആകാനൊക്കെ സാധ്യതകളുണ്ട്. എന്തായാലും ഈ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ എത്തി ഇവിടെ DNA സാമ്പിളുകൾ നൽകുന്നുണ്ട്. അവരിൽ നിന്ന് DNA പരിശോധിച്ച് എടുക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും അതുമായി സാമ്യപ്പെടുത്തി ആരൊക്കെയാണ് മരണപ്പെട്ടത് എന്ന കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തത വരിക എന്നുള്ളതാണ് അധികാരികളും ഡോക്ടർമാരും പറഞ്ഞിട്ടുള്ള പ്രധാന മൃതദേഹങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. അതിൽ 6 പേരെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് എന്നുള്ള വിവരങ്ങളാണ് സോണൽ കൃഷ്ണ. ഇപ്പോൾ സോണൽ കൃഷ്ണ എവിടെയാണ് ഉള്ളത്? സ്മൃതി, ഞാൻ മോർച്ചറിക്ക് മുന്നിലാണ് ഉള്ളത്. തൃശൂർ മെഡിക്കൽ കോളേജിൻ്റെ മോർച്ചറി. ഇതിനോടകം തന്നെ 6 മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. 9 മൃതദേഹങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇനി ബാക്കിയുള്ളത് 3 മൃതദേഹങ്ങളാണ്. 3 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബന്ധുക്കളും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളൊക്കെയായി പലരും അവിടെ വന്ന് നിൽക്കുകയാണ്. എന്താണ് അവിടുത്തെ ഒരു കാഴ്ച സോണൽ കൃഷ്ണ? ഉറപ്പായിട്ടും പലരും പ്രതികരിക്കുന്നുണ്ട്. ഇനി തൃശ്ശൂർ പൂരം വേണോ എന്നുള്ള അഭിപ്രായവും ചർച്ചകളും നടക്കുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ ഒരു ഉത്സവം ആഘോഷിക്കാവുന്ന സാഹചര്യമാണോ എന്നുള്ള ചർച്ചകളും നടക്കുന്നത്. ഏതായാലും 2 ദേവസ്വം കമ്മിറ്റികളുമായി നാളെ ചർച്ച നടത്തിയ ശേഷമാണ് അന്തിമ തീരുമാനമെന്ന് മന്ത്രിമാർ അറിയിക്കുന്നു. അവിടെ നമുക്ക് ചില പ്രതികരണങ്ങളിലേക്ക് പോകാൻ സാധിക്കുമോ സോണൽ? സ്മൃതി, പ്രധാനമായി പറയേണ്ടത് തിരിച്ചറിഞ്ഞ ബന്ധുക്കളുടെ ഭൗതികദേഹങ്ങളൊക്കെ തന്നെ അവർക്ക് കൈമാറിയിട്ടുണ്ട്. മൃതദേഹങ്ങളുമായിട്ട് അവർ ഇവിടെ നിന്ന് സ്വദേശത്തേക്ക്, അതായത് സ്വന്തം നാട്ടിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഇവിടെ ഉള്ളത് എത്തിയ ആളുകളെല്ലാം തന്നെ DNA പരിശോധനയ്ക്കായിട്ട് അങ്ങോട്ടേക്ക്, അതായത് മോർച്ചറിക്കുള്ളിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇതാ മോർച്ചറിക്കകത്തേക്ക് MV ഗോവിന്ദൻ മാഷ് കൂടി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്താനാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. എന്തായാലും വിദഗ്ധമായിട്ടുള്ള പരിശോധനകൾ ഇനിയും ആവശ്യമാണ്. കാരണം DNA സാമ്പിളൊക്കെ ശേഖരിച്ചതിന് ശേഷം അത് ഈ ശരീരഭാഗങ്ങളുമായി ക്രോസ് ചെക്ക് ചെയ്യണം. ഇതിലാരെങ്കിലും ആ ശരീരഭാഗങ്ങളുമായി മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് അവർക്ക് ആ ഭൗതികദേഹങ്ങൾ വിട്ടുകൊടുക്കാനുള്ള നീക്കമാണ് ഇനി തുടർ നീക്കമായിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യം. എന്തായാലും ബന്ധുക്കൾ ഉൾപ്പെടെ ഇവിടെ എത്തി സാമ്പിളുകൾ നൽകി മടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറഞ്ഞു വെക്കണം. എന്തായാലും സന്നദ്ധ പ്രവർത്തകരാണ് ഇപ്പോഴും ഇവിടെ എത്തിയിട്ടുള്ളത്. രാവിലെ മുതൽ തന്നെ ഈ ഭൗതികദേഹങ്ങളും ശരീരഭാഗങ്ങളും മാറ്റി പോലീസിൻ്റെ ഒപ്പം നിന്ന് പ്രവർത്തിച്ച ഒരുപാട് സന്നദ്ധ പ്രവർത്തകരുണ്ട്. അവരെ കൂടി നമ്മൾ ഈ അവസരത്തിൽ എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം ഈ അപകടം നടന്നത് മുതൽ തന്നെ അവരായിരുന്നു പൂർണ്ണ സമയം ആശുപത്രിയിലെല്ലാം തന്നെ എല്ലാ സഹായങ്ങളും ഒരുക്കി കൂടെ ഉണ്ടായിരുന്നത്. എന്തായാലും നിലവിൽ 3 ശരീരം, അതായത് ഭൗതികദേഹങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. 26 ശരീരഭാഗങ്ങൾ ഇവിടെയുണ്ട്. DNA പരിശോധനയ്ക്കൊക്കെ ശേഷമേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. എന്തായാലും ശരീരങ്ങൾ ചിന്നിച്ചിതറുകയായിരുന്നു. ഈ ശരീരഭാഗങ്ങളിൽ നിന്നും ഉറ്റവരെ തിരിച്ചറിയേണ്ടി വരുന്ന ഏറ്റവും ദുഃഖകരമായ സാഹചര്യം കൂടിയാണുള്ളത്.